ഇത് മേലാറ്റൂർ പഞ്ചായത്തിൽ റെയിൽവേ ഗേറ്റിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമ്മൾ ഹരിത കർമ്മസേനൻ്റെ മറ്റേ വേസ്റ്റ് കൊണ്ട് കൊടുത്ത് കൂട്ടുമല്ലോ, അതിന് തീ പിടിച്ചാണ് കേട്ടോ. ഇതെങ്ങനെ തീ പിടിച്ചു എന്നുള്ള ആർക്കും അറിയില്ല. പക്ഷെ നല്ലപോലെ കത്തി നശിച്ചിട്ടുണ്ട്. വേസ്റ്റൊക്കെ എന്തായാലും ഉഷാറായി കത്തിയിട്ടുണ്ട്. ആളഭയങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ബിൽഡിങ്ങൊക്കെ ആകെ കത്തി, അതിനുള്ളിലുള്ള ബിൽഡിങ്ങുകളൊക്കെ കത്തിയാകെ നശിച്ചു പോയി. പക്ഷെ അതൊന്നും അല്ല ഇവിടെ പ്രശ്നം. ഇത്രയും ക്വാണ്ടിറ്റി ഉള്ള ഈ വേസ്റ്റ് കത്തിയിട്ടുള്ള മലിനമായിട്ടുള്ള പുകയാണ് ഈ പറന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, ഇതിപ്പോൾ സ്വന്തം വീട്ടിൽ കത്തിച്ച് കളഞ്ഞാൽ മതിയെന്നല്ലോ. ഇതങ്ങനെ കത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇവിടെ കൊടുത്ത് കൂട്ടിയിരിക്കണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വം റെസ്പോൺസിബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് കത്തിയത്. അതിന് കത്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട നടപടികൾ എന്തൊക്കെയാണ് വേണ്ടി ചിലത് സ്വീകരിക്കേണ്ടി വരും. അതിന് വേണ്ട ഉത്തരവാദിത്വപ്പെട്ട ആൾക്കാരെ ഏറ്റെടുക്കേണ്ട വേണ്ടിയിട്ടുണ്ട്. ഇത്രയും മലിനമായിട്ടുള്ള പലജാതി സാധനങ്ങളാണ് അവിടെ കൊടുത്ത് കൂട്ടിയിരിക്കുന്നത്. പലജാതി സാധനങ്ങൾ ആ ഗ്രൗണ്ടിൽ അത്രയും കുട്ടികൾ കളിക്കണ കുട്ടികൾ അവിടെ രാവിലെ ആണെങ്കിൽ മോർണിംഗ് വാക്കും കാര്യങ്ങളൊക്കെ ചെയ്യണ നല്ലൊരു പ്ലേ ഗ്രൗണ്ടായിരുന്നു. അത് അതിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുങ്ങാണ്ട് ആകെ നശിപ്പിച്ച് നാറാണക്കല്ലാക്കിയിട്ടിരിക്കുകയാണ്. ഒരു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പുഴുക്കളും മറ്റും ജന്തുക്കളും എന്തെല്ലാം വേസ്റ്റേജ് വരെ ഇവിടെ കൊടുത്തിട്ടീന്. അപ്പോൾ ഇത് കത്തി വെക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടേനും, ഇത് കത്തിയാലോ ഇത് ഇവിടുന്ന് ഒഴിവാക്കാൻ പറഞ്ഞിട്ട് കുറേ കാലമായി. പക്ഷെ അതിമൊന്നും ഇത് നിൽക്കൂല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വേസ്റ്റ് ഇവിടെ കത്തിയിട്ടില്ല, മലിനമായിട്ടുള്ള അതിൻ്റെ പുകയാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് അവനാൻ്റെ പേരിലാണ് കത്തിച്ച് കളഞ്ഞാൽ പോലെ. ഇവിടെ കൊണ്ടുവന്നാണ്ട് കത്തിക്കേണ്ട ആവശ്യമില്ല. ഇത് കത്തിച്ചതാണോ കത്തിയതാണെന്ന് ഇപ്പോൾ ആരും കണ്ടു. ഇന്നത്തെ കാലത്ത് എന്തെല്ലാം നടക്കുന്നുണ്ട്, ഇതിപ്പോൾ ആരെ വിശ്വസിക്കാം? ഇതെവിടെയും കൊണ്ടേ മറ്റേ ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇവിടെ ആരെങ്കിലും വന്നുകൊണ്ട് തീയിട്ടതാണെങ്കിലോ അങ്ങനെയും പറ്റൂലേ. ഏത് പിന്നെ മൂലൊക്കെ ചെന്നാലും ഇല്ല കള്ളന്മാർ എന്ന് പറഞ്ഞമാർ ഇത് അങ്ങനത്തെ സംഗതിയാണെങ്കിലും. അപ്പോൾ അത് നല്ലപോലെ അന്വേഷിച്ചിട്ട് അതിന് വേണ്ട നടപടികൾ എന്താ വേണ്ടിച്ചാൽ സ്വീകരിക്കേണ്ട വേണം. കാരണം ഇത്തരത്തിലുള്ള വേസ്റ്റുകളൊന്നും അങ്ങനെ കത്താൻ പാടില്ല. അതുപോലെ ഉത്തരവാദിത്വം കമ്മി തന്നെയാണ്, ഉത്തരവാദിത്വ കുറവ് തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, എൻ്റെ അഭിപ്രായം കേട്ടോ. നിങ്ങൾ എന്ത് പറഞ്ഞാലും മതി. ഇതിന് നമ്മളെ പൊങ്കാലിടാനോ അല്ലെങ്കിൽ തലവട്ടാനോ വരണ്ട. അതിന് നമുക്ക് സമ്മതമല്ല, നമ്മളയക്കില്ലേനും. ഏതാ നീളം കൂട്ടലാണ്. പറ്റ നീളം അങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മണ്ഡപമോ അതോടെ പോകും. ഷോപ്പിനോട് പോക പോരല്ലേ ആവൂല്ലേ? ഞാൻ എൻ്റെ സ്റ്റോറി കണ്ടിട്ടപ്പോൾ ഇങ്ങോട്ട് പോയി. അതാണ് പേരും കേട്ടോ. നിൽക്കൂലോ, നിൽക്കൂലേ? വെള്ളം മതിയാവോ? വെള്ളപ്പം നിൽക്കും. അവർക്ക് അവിടെ ഉണ്ടായിരുന്നു, കുളത്തിലുണ്ടായിരുന്നു. എങ്ങനെ സംഭവിച്ചത് ഞങ്ങളൊക്കെ വീട്ടില് ഞങ്ങൾ 15-ാം തീയതി അതിന്റെ പൊടിയാണെങ്കിലല്ലേ കാട്ടിൽ